ഹലോ ഗായ്സ്, വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേയ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കേക്ക് കാരമൽ കേക്കാണോ ബട്ടർ സ്കോച്ച് കേക്കാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ. അവൾ ഓർഡർ ചെയ്തേക്കുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ്. പക്ഷേ ആശാട്ടിക്ക് അതിനകത്ത് ബട്ടർ സ്കോച്ചിൻ്റെതായിട്ടുള്ള ഒന്നും വേണ്ട, പ്രലൈനും വേണ്ട, ചോക്കോ ചിപ്സും വേണ്ട, നട്ട്സും വേണ്ട. കാരണം ഇതൊന്നും മോന് ഇഷ്ടമല്ല. ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷേ എന്നാലും അവരധികം കൊടുക്കാറില്ല. അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ അംശം തീരെ വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു പേരിന് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടോളാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനത് മേളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫില്ലിങ്സിൽ ഞാൻ കാരമൽ സോസും പിന്നെ മിൽക്ക് മെയ്ഡുമാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്രീമിലും ബട്ടർ സ്കോച്ച് സോസും ചേർത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സിറപ്പിലും ബട്ടർ സ്കോച്ച് സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് കേക്കുകളിൽ എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത് ഈ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാക്കാനാണ് ഏറ്റവും ടൈമായിട്ട് എടുക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇതിനിപ്പോൾ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം ഓൾമോസ്റ്റ് വരുന്ന എല്ലാ കേക്കും തീം കേക്ക്സാണ് വരുന്നത്. അപ്പം എന്തായാലും ചുറ്റും കുറേ ഡിസൈൻസും പിക്ചേഴ്സും ഒക്കെ വരും. അപ്പം ഇതിൻ്റെ ഡെക്കറേഷൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ദെൻ, ബൈ ബൈ.